രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ ATM ഇടപാട് നിയമങ്ങൾ ഏപ്രിൽ 1 മുതൽ പരിഷ്കരിക്കുകയാണ്. പണം പിൻവലിക്കൽ പ്രക്രിയ കൂടുതൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രമുഖ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിദിന പിൻവലിക്കൽ പരിധിയിലെ കുറവും UPI അധിഷ്ഠിത പണം പിൻവലിക്കലുകളെ സൗജന്യ ഇടപാട് പരിധിയിൽ ഉൾപ്പെടുത്തിയതുമാണ് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ. പ്രമുഖ സ്വകാര്യ ബാങ്കായ HDFC തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. HDFC ATMകളിൽ നിന്നും നിലവിൽ ലഭ്യമായിരുന്ന 5 സൗജന്യ ഇടപാടുകളിൽ ഇനി മുതൽ UPI വഴിയുള്ള കാർഡ്ലെസ് പിൻവലിക്കലുകളും ഉൾപ്പെടും. നിശ്ചിത പരിധി കഴിഞ്ഞുള്ള ഓരോ പിൻവലിക്കലിനും ബാങ്ക് നിശ്ചിത തുക സേവന നിരക്കായി ഈടാക്കുകയും ചെയ്യും. ഇതര ബാങ്ക് ATMകളെ ആശ്രയിക്കുന്നവർക്കും മെട്രോ നഗരങ്ങളിലുള്ളവർക്കും ഇടപാട് പരിധിയിൽ മാറ്റങ്ങളും ഉണ്ടാകും. പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കും തിരഞ്ഞെടുക്കപ്പെട്ട ചില ഡെബിറ്റ് കാർഡുകളുടെ പ്രതിദിന പിൻവലിക്കൽ പരിധി കുറയ്ക്കുവാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ ഈ മാറ്റം പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അതേസമയം തന്നെ ജിയോ പേയ്മെന്റ് ബാങ്ക് തങ്ങളുടെ ബിസിനസ് കറസ്പോണ്ടൻസ് നെറ്റ്വർക്ക് വഴി UPI QR കോഡ് സ്കാൻ ചെയ്ത് പണം പിൻവലിക്കുവാനുള്ള സൗകര്യം വ്യാപകമാക്കിക്കൊണ്ട് രംഗത്തും എത്തിയിട്ടുണ്ട്. ATMകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയാണ് ബാങ്കുകൾ ഈ നീക്കത്തിലൂടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നതും. വലിയ ഇടപാടുകൾക്കായി നെറ്റ് ബാങ്കിംഗ്, UPI പേയ്മെന്റുകൾ എന്നിവ കൂടുതൽ ഉപയോഗിക്കുവാൻ ബാങ്കുകൾ ഉപഭോക്താക്കളോട് നിർദ്ദേശിക്കുന്നുമുണ്ട്. ഏപ്രിൽ 1 മുതൽ പണമിടപാടുകൾ പ്ലാൻ ചെയ്യുമ്പോൾ പുതിയ പരിധികൾ കൂടി കണക്കിലെടുക്കുവാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.